എനിക്ക് എപ്പോഴും അത്ഭുതമാണ് നമ്മുടെ വല്യപ്പൻ, നമ്മുടെ വല്യമ്മ, അപ്പൊ തൃശ്ശൂരുകാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പാപ്പൻ, അമ്മാമ്മ, അതുങ്ങളൊക്കെ പണ്ട് പള്ളിയിൽ പോയിരുന്നതേ ഒന്നും കിട്ടാനൊന്നുമല്ല, എന്നാലും അതുങ്ങൾ പള്ളിയിൽ പോകും. അതിന്റെ പേരാണ് ദൈവവിചാരം, കർത്താവിനോടുള്ള ബന്ധം. അതായത് കൃഷിയൊക്കെ ചിലപ്പോ ഞങ്ങള് കുട്ടനാട്ടുകാരാണ്, ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കുട്ടനാട്ടിലൊക്കെ ചിലപ്പോ ഇപ്പോഴാണ് പിന്നെ കുറച്ചുകൂടൊക്കെ സർക്കാരിന്റെ സപ്പോർട്ടും സംവിധാനങ്ങളും ഒക്കെ ആയി വരുന്നത്. വെള്ളം കയറിയോ മട വീണോ കൃഷിയൊക്കെ നശിച്ചാൽ അടപടലം അങ്ങ് പോവുകയാണ്. പക്ഷെ അങ്ങനെ പോയാലും ഉണ്ടല്ലോ, അന്നത്തെ കാർന്നോമാര്, അതായത് ഇനി ഒരു 6 മാസം ജീവിക്കേണ്ട വരുമാനമാണ് നിലച്ചു പോയത്. എങ്ങനെ കുടുംബം ഇനി മുന്നോട്ട് പോകുമെന്ന് അറിയാൻ മേല. എന്നാലും അവര് പിറ്റേ ഞായറാഴ്ച അതുങ്ങൾക്ക് ആകപ്പാടെയുള്ളൊരു വെള്ള ഷർട്ടും തേച്ച് അത് ദേഹത്തിട്ട് കർത്താവിന്റെ ആലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്നു. അതവര് ചെയ്തത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ കിട്ടിയിട്ടോ ആണോ? അല്ല. പുറകിലെ എല്ലാം കുത്തിയൊലിച്ചു പോയിട്ടിരിക്കുക. അപ്പോഴും അവര് വീണ്ടും കർത്താവിന്റെ ആലയത്തിൽ വന്ന് ദൈവസ്തുതി ഉയർത്തും. അതിന്റെ പേരാണ് ട്രൂ ഫെയ്ത്ത്. ഈ ചുറ്റുമുള്ളത് കണ്ടിട്ടല്ലെന്ന് ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത്. ഈ കാണുന്നതൊന്നും ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും എന്ന് പറയുന്ന ഒരു ആത്മീയതയിലേക്ക് നമ്മൾ വളരണം.